KSRTCയിൽ സൗജന്യ യാത്ര നടപ്പിലാക്കിയതിനു പിന്നാലെ സ്വകാര്യ ബസ്സുകളിൽ സ്ത്രീ യാത്രക്കാരുടെ എണ്ണം കുറയുന്നതിൽ ആശങ്കയുമായി കേരള പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് ഫെഡറേഷൻ. സീറോ ടിക്കറ്റ് സംവിധാനം സ്വകാര്യ ബസ്സുകളിലും സർക്കാർ നടപ്പാക്കണമെന്ന ആവശ്യം, സൗജന്യ ടിക്കറ്റുകളുടെ തുക സർക്കാർ സബ്സിഡിയായി നൽകണം എന്നതടക്കമുള്ള ഉപാധികളും അവർ മുന്നോട്ട് വച്ചു. ഗവൺമെൻറ് ഏത് വിഭാഗത്തിൽപ്പെട്ടവർക്കും ഒരു ആനുകൂല്യം കൊടുക്കുന്നത് ഞങ്ങൾ സ്വാഗതാർഹം ചെയ്യുക, ഒരു സംശയം വേണ്ട. ആർക്കെങ്കിലുമൊക്കെ ആനുകൂല്യങ്ങൾ കൊടുക്കുന്നുണ്ടെങ്കിൽ അതിനെ എതിർക്കുന്നില്ല, സ്വാഗതം ചെയ്യുക. ഞങ്ങൾ വ്യക്തമായ കണക്കുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ കണക്കെന്ന് പറഞ്ഞാൽ 1 കിലോമീറ്റർ ഒരു പ്രൈവറ്റ് ബസ് ഓടണമെങ്കിൽ 50 രൂപ 65 പൈസയുടെ ചിലവ് വരും. ഞങ്ങൾക്ക് 1 കിലോമീറ്റർ ഞങ്ങളുടെ പ്രൈവറ്റ് ബസ് ഓടണമെങ്കിൽ ഞങ്ങൾക്ക് 55 രൂപ വെച്ച് ഒരു കിലോമീറ്ററിന് കിട്ടണം. 55 രൂപ, അതായത് ഈ 50 രൂപ 65 പൈസ ചിലവുള്ളിടത്ത് ഞങ്ങൾക്ക് 55 രൂപ ഒരു കിലോമീറ്ററിന് കിട്ടാനുള്ള സംവിധാനം ഉണ്ടാക്കി തന്നാൽ മതി. ഞങ്ങളും ഞങ്ങളുടെ വണ്ടിയിൽ കയറുന്ന വനിതകൾക്ക് സെക്കൻഡ് ഓപ്ഷനായി ഞങ്ങൾ ഇത് പറയുന്നു, അവർക്ക് ഫ്രീ ടിക്കറ്റ് കൊടുക്കാം, സീറോ ഇട്ട് കൊടുക്കാം. പക്ഷേ ആ പൈസ ആര് തരണം? സർക്കാർ ഞങ്ങൾക്ക് തരണം. അതല്ലേ എൻ്റെ ശരി. ലെവിൻ കെ വിജയൻ വിശദാംശങ്ങളുമായിട്ടുണ്ട്. ലെവിൻ, സ്വകാര്യ ബസ് ഓണേഴ്സ് നേരത്തെ തന്നെ പല ആശങ്കകളും പങ്കുവച്ചിരുന്നതാണ്. ഇപ്പോൾ ഇവർ പറയുന്ന ഉപാധികൾ എന്തൊക്കെയാണ്? നമുക്ക് കുറച്ചുകൂടി ലളിതമായി എങ്ങനെ മനസ്സിലാക്കാം? സ്വകാര്യ ബസ്സുകൾക്ക് വിവിധ സംഘടനകളുണ്ട്. അതിൽ തന്നെ പ്രബല സംഘടനയാണ് കേരള സ്റ്റേറ്റ് പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് ഫെഡറേഷൻ. തൃശ്ശൂരിലാണ് സംസ്ഥാന കാര്യാലയം ഇവരുടേതുള്ളത്. തൃശ്ശൂർ കേന്ദ്രമാക്കി ഈ പ്രവർത്തിക്കുന്ന ഈ സംഘടനയ്ക്ക് കീഴിൽ 6000-ലധികം സ്വകാര്യ ബസ്സുകളാണ് സംസ്ഥാനത്തുടനീളം സർവീസ് നടത്തുന്നത്. സ്വകാര്യ ബസ്സുകൾക്ക് KSRTCയിലെ സൗജന്യ സ്ത്രീകളുടെ യാത്ര സ്വകാര്യ ബസ്സുകൾക്ക് വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്നത് ഇവർ മറ്റു സംഘടനകളെ പോലെ തന്നെ നേരത്തെ ചൂണ്ടിക്കാട്ടിയിരുന്നു. മുഖ്യമന്ത്രിയെയും ഗതാഗത മന്ത്രിയെയും നേരത്തെ കണ്ട് തങ്ങളുടെ ആശങ്കകൾ അറിയിച്ചതാണ്. പക്ഷേ ആശങ്കകൾക്ക് പരിഹരിക്കപ്പെടാതിരിക്കുകയും സൗജന്യ യാത്ര KSRTC ബസ്സുകളിൽ നിലവിൽ വരികയും ചെയ്തതോടുകൂടിയാണ് അടിയന്തര സംസ്ഥാന കമ്മിറ്റി യോഗം ചേർന്ന് ഇവർ ചില നിർദ്ദേശങ്ങൾ സർക്കാരിന് മുന്നിൽ വെച്ചിരിക്കുന്നത്. വലിയ ചെലവാണ് ഈ സംരംഭം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് മേഖല നേരിടുന്നത്. തൊഴിലാളികളുടെ കൂലി, മെയിൻ്റനൻസ് ചാർജ്, ഭീമമായ ടാക്സ് തുടങ്ങിയ വിവിധ ചെലവുകൾ വഹിച്ചുകൊണ്ട് സ്വകാര്യ ബസ്സുകൾ ലാഭത്തിലല്ല ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. അതിനിടയിലാണ് സ്ത്രീകളുടെ സൗജന്യ യാത്ര കൂടി വരുന്നത്. 20%-ലധികം സ്ത്രീകൾ കുറവാണ് KSRTC ബസ്സുകളിൽ സൗജന്യ യാത്ര ഏർപ്പാടാക്കിയതോടുകൂടി ഉണ്ടായിരിക്കുന്നത്. ഇതുകൊണ്ട് തന്നെ തങ്ങളും വലിയ പ്രതിസന്ധിയിലാണ്. ആ പ്രതിസന്ധി മറികടക്കാൻ സ്വകാര്യ ബസ്സുകൾ സർവീസ് നടത്തുന്നതിന് പ്രതിഫലം എന്നുള്ള നിലയിൽ സർക്കാർ ഒരു നിശ്ചിത തുക കിലോമീറ്ററിന് 55 രൂപ നിരക്കിൽ നഷ്ടപരിഹാരമായി സബ്സിഡിയായി നൽകണമെന്നുള്ളതാണ്. സ്വകാര്യ ബസ്സുകളിൽ സ്ത്രീകൾക്ക് കൂടി സൗജന്യ യാത്ര ഏർപ്പെടുത്തി ഈ തുക പൂർണ്ണമായും സർക്കാർ ഒരു നഷ്ടപരിഹാരം എന്നുള്ള നിലയിൽ നൽകണമെന്നുള്ളതാണ് രണ്ടാമത്തെ നിർദ്ദേശം. മറ്റ് ഈ 2 നിർദ്ദേശങ്ങളും അംഗീകരിക്കപ്പെട്ടില്ലെങ്കിൽ തങ്ങളുടെ തങ്ങൾ ഇന്ധന ചെലവിലായി വഹിക്കുന്ന ഡീസലിന്റെ മൂല്യം പകുതിയാക്കി ചുരുക്കി ആനുകൂല്യങ്ങൾ നൽകണമെന്നും ടാക്സുകൾ അടക്കം വെട്ടിക്കുറച്ചുകൊണ്ട് സ്വകാര്യ മേഖല നേരിടുന്ന പ്രതിസന്ധി പരിഹരിക്കാൻ നടപടി സ്വീകരിക്കണമെന്നാണ് ഇവർ മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യം. ഒപ്പം സംസ്ഥാന ബഡ്ജറ്റിന് ശേഷം ഈ കാര്യത്തിലൊന്നും ഇളവുകളൊന്നും ഉണ്ടാകുന്നില്ലെങ്കിൽ തുടർന്ന് വീണ്ടും മുഖ്യമന്ത്രിയെ കണ്ട് കാര്യങ്ങൾ ധരിപ്പിക്കാനും അതിനുശേഷം സമര പരിപാടികളിലേക്ക് കടക്കാനുമാണ് സംഘടനയുടെ തീരുമാനം എന്നുള്ളതാണ് ഇവർ വാർത്താ സമ്മേളനത്തിൽ പറയുന്നത്. വ്യക്തമാണ്. ലെവിൻ കെ വിജയനാണ് തൃശ്ശൂരിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.